ഒരുപാട് ദീർഘിച്ച് ഒരു സ്വാഗതം യുവകലാ സാഹിത്യ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ സുപരിചിതനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായിട്ടുള്ള പ്രിയങ്കരനായ സഖാവ് വി.എസ്. അച്യുതാനന്ദനാണ്. സഖാവ് വി.എസിന് എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ കേരളത്തിൽ നിങ്ങൾക്കറിയാം, സൈലന്റ് വാലി പോരാട്ടങ്ങളുടെ കാലം മുതൽ തന്നെ പാരിസ്ഥിതിക വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്, പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും മുൻഗണന നൽകിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന മലയാളികളെല്ലാം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കവയിത്രിയാണ് സുഗതകുമാരി ടീച്ചർ. ഈ പോരാട്ടങ്ങൾക്കെല്ലാം സുഗതകുമാരി ടീച്ചറുടെ പിന്തുണയുണ്ട്. മൂന്നാറിൽ നടക്കുന്ന ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾക്ക് എല്ലാ അർത്ഥത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാതൃഭൂമി പത്രത്തിൽ ഉൾപ്പെടെ ലേഖനം എഴുതിക്കൊണ്ട് ടീച്ചറുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ടീച്ചർ ഈ വേദിയിൽ സന്നിഹിതരാണ്. മലയാളികളുടെ പ്രിയങ്കരിയായ കവി സുഗതകുമാരി ടീച്ചറെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ, അദ്ദേഹം 10 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ ഐക്യദാർഢ്യ ബാനറിൽ ഒപ്പുരേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത സ്റ്റേറ്റ് കൗൺസിൽ യോഗം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. സൗകര്യപ്പെട്ടാൽ അദ്ദേഹം വീണ്ടും ഇവിടെ തിരിച്ചു വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. സഖാവ് കാനം രാജേന്ദ്രനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലെ മനുഷ്യാവകാശ പോരാട്ടങ്ങളിൽ ഏറ്റവും മുൻനിന്ന് പ്രവർത്തിക്കുന്ന PRP ഭാസ്കർ, അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. ട്രാഫിക് ബ്ലോക്കിലാണെന്ന് അദ്ദേഹം വിളിച്ചറിയിച്ചിരുന്നു. PRP ഭാസ്കർ സാറിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അടുത്ത കാലത്ത് നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ശ്രീ ജോയ് മാത്യു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മൂന്നാറിലെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾക്കെല്ലാം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ ചലച്ചിത്ര നടൻ ശ്രീ ജോയ് മാത്യുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ പി. രാജീവൻ, ഒരു തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത എഴുത്തുകാരാണ് പി. രാജീവൻ. അതുപോലെ ജോർജ് ഓണക്കൂർ സാർ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സക്കറിയ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീ സക്കറിയയുടെ സന്ദേശം ഇവിടെ വായിക്കുന്നതാണ്. അതുപോലെ ജോസഫ് സി മാത്യു, പ്രൊഫസർ GN പണിക്കർ സാർ, സ്വാതന്ത്ര്യ സമര സേനാനി, സ്വാതന്ത്ര്യം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ശ്രീ ഗോപിനാഥൻ നായർ, അദ്ദേഹം ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആഹ്ലാദപൂർവ്വം സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഭരണത്തിന്റെ തലപ്പത്ത് നിരവധി കാലം പ്രവർത്തിച്ച ഡോക്ടർ D. ബാബു പോൾ, നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ചെയർമാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് മുല്ലക്കര രത്നാകരൻ, കേരളത്തിലെ പ്രിയങ്കരനായ പാട്ടെഴുത്തുകാരനും കവിയുമായിട്ടുള്ള പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, ജനയുഗത്തിന്റെ എഡിറ്റർ രാജാജി മാത്യു തോമസ്, പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ, ശ്രീ ജഗദീശൻ, ശ്രീ PJ ആന്റണി, ഡോക്ടർ V. രാമൻകുട്ടി, MA നിഷാദ്, പത്രപ്രവർത്തക വിധു വിൻസെന്റ്, കവയിത്രി അനിത തമ്പി, ചലച്ചിത്ര താരം മാല പാർവതി, P. പ്രസാദ്, TV ബാലൻ, സോണിയ ജോർജ്, വിജയകുമാരൻ നായർ, GR അനിൽ, VP ഉണ്ണികൃഷ്ണൻ, N. ശ്രീകുമാർ, മഹേഷ് കക്കത്ത്, ശുഭേഷ് സുധാകർ, ഡോക്ടർ മോഹൻദാസ്, ഗീത നസീർ, സാവിത്രി രാജീവൻ, BD ദത്തൻ, അഡ്വക്കേറ്റ് P. വസന്തം, TK വിനോദൻ, സുലോചന റാംമോഹൻ, ചവറ KS പിള്ള, U. സുരേഷ് കുമാർ, ഡോക്ടർ KG താര, രാധാകൃഷ്ണൻ കുന്നുപുറം, ചെറുന്നിയൂർ ബാബു, ലില്ലി തോമസ് പാലോക്കാരൻ, ശാരദാ മോഹൻ, K. ബിനു, പ്രൊഫസർ S. അജയൻ, ബാബു പാക്കനാർ, പ്രൊഫസർ ചന്ദ്രബാബു, B. ഇന്ദിര, നളിനി ശശിധരൻ, അൽഫോൺസ ജോയ്, P. വിജയമ്മ, ഷീല രാഘവൻ, P. ഗോപാലകൃഷ്ണൻ, ഷാമില ഷൂജ, ജയബാലൻ കാര്യാട്, R. അജയൻ, ശ്രീധർ തണൽ, ഉഷ തണൽ തുടങ്ങി നമ്മുടെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കേരളത്തിന്റെ കേരളത്തിന്റെ പരിപ്രേക്ഷ്യമായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രഗത്ഭമതികൾക്കും, മാധ്യമപ്രവർത്തകർക്കും, ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷപൂർവ്വം യുവകലാ സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാൻ യുവകലാ സാഹിതിയുടെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള ശ്രീമതി ഗീത നസീറിനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം.
നമ്മുടെയൊക്കെ പ്രിയങ്കരനായ VS ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ബാക്കി എല്ലാവരും ഈ യോഗത്തെ അഭിസംബോധന ചെയ്യും. അപ്പം ബാക്കി എല്ലാവരും അതിനുശേഷം അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയും. എല്ലാവരുടെയും നിലപാടുകൾ വ്യക്തമാണ്. എല്ലാവരും മുൻപ് തന്നെ ഇതിലെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മൂന്നാറിനെ സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താക്ഷരിതമാണ്. അത് ഈ സർക്കാർ നിർവഹിക്കുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ പിന്തുണയും സാംസ്കാരിക ലോകത്തു നിന്ന് കൊടുക്കുക എന്നുള്ള അതിനൊരു നേതൃത്വം നൽകുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. സഖാവ് VSനെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിക്കും. സാംസ്കാരിക കൂട്ടായ്മ സുഹൃത്തുക്കളെ, യുവകലാ സാഹിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ അണിചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാ പേരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാലം മാറിയതോടുകൂടി നമ്മുടെ കൂട്ടായ്മകൾ പൊതുവെ കുറഞ്ഞു വരുന്നു എന്ന പരാതി ഉയരുന്ന കാലമാണ് ഇത്. ആളുകൾ പൊതുവെ സ്വന്തം വീടുകളിലേക്കും സ്വന്തം പ്രശ്നങ്ങളിലേക്കും ഒതുങ്ങിപ്പോവുകയാണ് എന്ന ആക്ഷേപവുമുണ്ട്. പുതിയ തലമുറയെക്കുറിച്ചാണ് ഇത്തരം പരാതികൾ ഏറെയുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് യുവകലാ സാഹിതിയുടെ ചെറുപ്പക്കാരികളും ഇത്തരമൊരു കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നത്. മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആധാരമാക്കിയാണ് ഇവിടെ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. മൂന്നാറിലെ കയ്യേറ്റം ഏറെ നാളുകളായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിലും കയ്യേറ്റക്കാർ കൈയടക്കി വെച്ചിട്ടുള്ളത്. ഇവരിൽ ടാറ്റയെ പോലുള്ള വൻകിടക്കാരുണ്ട്. ചെറിയ തോതിൽ കയ്യേറ്റം നടത്തി കൃത്രിമ രേഖകൾ വരെ സൃഷ്ടിച്ച് ഭൂമി മറിച്ചു വീഴ്ത്തുന്ന ചെറുകിടക്കാരും ഇത് പ്രയോജനപ്പെടുത്തി കൊടുത്തു തടിക്കുന്ന റിസോർട്ട് മാഫിയകളും കുഴപ്പങ്ങളുണ്ടാക്കുന്ന നിർഭാഗ്യവശാൽ രാഷ്ട്രീയ നേതൃത്വത്തിലെ ചിലരും ഇതിനെല്ലാം കൂട്ടുമുട്ടുന്നു എന്ന സ്ഥിതിയുമുണ്ട്. ലക്കും ലഗാനുമില്ലാതെ കയ്യേറ്റം മൂന്നാറിനെ മൂന്നാറല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. ഇത് പരിസ്ഥിതി ഘടനയിൽ അടക്കം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാറിലെ താങ്ങാവുന്നതിലും അപ്പുറമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ ഇപ്പോൾ തന്നെ നടത്തിയിട്ടുള്ളത്. ഭൂമിക്കും പ്രകൃതിക്കും സഹിക്കുന്നതിലും താങ്ങുന്നതിലും ഒരു പരിധിയുണ്ട്. അതേപ്പറ്റി ഒന്നും ആലോചിക്കാതെ ലാഭക്കുതിയിൽ മാത്രം കണ്ണുനട്ടിട്ടുള്ള മാഫിയകൾ ഇവിടുത്തെ മണ്ണും പ്രതിസമ്പത്തും കൊള്ള ചെയ്യുകയാണ്. ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി നാം നെട്ടോട്ടം കൂടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് വേനൽ മഴ കഴിയുകയോ കാലവർഷം നേരത്തെ ആരംഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരവാസികൾ ഇവിടെ കുടിവെള്ളം കിട്ടും എന്നാണ്. ഇപ്പോൾ നാം ഇതിന്റെ പശ്ചാത്തലത്തിൽ ആണ്. കുന്നംകുളം മലകളും ഇതിനെതിരെയും പുഴകളിൽ നിന്ന് മണൽ ഊറ്റുന്നതിനെതിരെയും പാടങ്ങളും തോടുകളും നികത്തുന്ന അതിനെതിരെയും പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്നവരാണ് മലയാളികൾ ഏറെ. എന്നെപ്പോലുള്ളവർ 4 നൂറ്റാണ്ടിന് മുമ്പേ തന്നെ
അവധി ചുഴലിക്കാറ്റ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അന്നും ഞങ്ങളെ വെട്ടുനിരത്തടിക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുവാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുന്നത്. മൂന്നാർ അല്ലാതാക്കി മാറ്റുന്നത് കേവലം ആ പ്രദേശത്തിൻ്റെ മാത്രമൊരു പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ വരുംകാല പരിസ്ഥിതിയിലും കുടിവെള്ളവും ജീവിതവും ഒക്കെ തന്നെ തകിടം മറിക്കപ്പെടുന്ന സ്ഥിതിയിലേക്കായിരിക്കും കൊണ്ടെത്തിയത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് 2006 LDF ഗവൺമെൻറ്റിൻ്റെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് സജീവമായ ഇടപെടലുകളും നടത്തിയത്. എന്നാൽ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കാനും പല പ്രധാനങ്ങൾ കൊണ്ട് കഴിയില്ല. ഇപ്പോൾ മൂന്നാറിലെ കയ്യേറ്റങ്ങളും അവ ഒഴിപ്പിക്കലുകളും വലിയ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രശ്നമായി നിലനിൽക്കുകയാണ്. LDF എന്ന രാഷ്ട്രീയ മുന്നണിയും ആ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനും എല്ലാ തരം കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ കയ്യേറ്റങ്ങൾക്ക് മറയിടാനുള്ള ശ്രമങ്ങളെ ആർക്കും പാവപ്പെട്ട ദളിതരും ആദിവാസികളും അടക്കമുള്ള ആയിരങ്ങൾ വേണ്ടി സമരരംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് പണാധിപത്യത്തിൻ്റെ മുഴുവൻ കയ്യേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും സാധാരണ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കയ്യേറ്റക്കാർ താണ്ഡവമാടാത്ത ഒരു നവീന മൂന്നാർ എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. അഥവാ അതായിരിക്കണം നാം എല്ലാം ആഗ്രഹിക്കേണ്ടത്. കൊല്ലനായി സംഘടിപ്പിച്ചിട്ടുള്ള കൂട്ടായ്മയിലുള്ള കൂടുതലിന് സഹായകമായ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കൈയൊപ്പ് സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേണ്ടി അവിടെ പതിപ്പിക്കുന്നതായിരുന്നു. അതിനായി DSനെ ക്ഷണിക്കുകയാണ്. സുഗത ചേച്ചി ഒരു 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് നീങ്ങാം. സുഗത ചേച്ചി ക്ഷണിക്കും. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, 40 വർഷമായി പറയുന്നതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. 40 വർഷമായി പശ്ചിമഘട്ടം മുഴുവനും അപകടാവസ്ഥയിലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. മൂന്നാർ ഒരു പ്രതീകം മാത്രമാണ്. മൂന്നാർ പോലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പശ്ചിമഘട്ടത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറാകട്ടെ ആദ്യത്തെ പടി. അടുത്തതായി പശ്ചിമഘട്ട പ്രദേശങ്ങൾ മുഴുവനും കയ്യേറിയിരിക്കുന്നവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവിടെ വർഷങ്ങളായി കഴിയുന്ന പാവപ്പെട്ടവർക്ക്, വളരെ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് അതിന് പട്ടയം നൽകി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ രാഷ്ട്രീയവും മതവും ഒന്നും ഇതിനകത്ത് വലിച്ചിഴയ്ക്കാതെ ശക്തമായിട്ട് മുന്നേറുവാൻ ഈ LDF ഗവൺമെൻറ്റിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രധാനമായിട്ട് പറയാനുള്ളത്, അവിടെ നിയമം പാലിപ്പിക്കുന്ന ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തരുത്. അവർക്ക് പിന്തുണ നൽകണം. പിന്നെ ആഭാസമായ ഭാഷയിൽ ഞങ്ങൾ പെണ്ണുങ്ങളെ പറ്റി പറയാനോ പരിഹസിക്കാനോ ഇവിടെ ഒരു നേതാവിനും അധികാരമില്ല. മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ചാൽ മതി.
വിമർശനമാകാം. പക്ഷേ ആഘാത വാക്കുകൾ, ദ്വയാർത്ഥം വെച്ചുള്ള വാക്കുകൾ ഇവയൊക്കെ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റി ഉപയോഗിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്, ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്നതല്ല. കർശനമായ നടപടികൾ ഈ ഗവൺമെൻറ് എടുക്കും എന്ന് തന്നെ ഞാൻ ആശിക്കുകയാണ്. ഇത് പെണ്ണുങ്ങളുടെ ആവശ്യമാണ്, എൻ്റെ മാത്രം ആവശ്യമായിട്ടല്ല പറയുന്നത്. യുവകലാ സാഹചര്യം മാത്രം ആവശ്യമല്ല. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്ന ആളുകളെ മാത്രമേ മന്ത്രി കസേരകളിൽ ഇരുത്താവൂ. ഈ വിധത്തിലുള്ള ഭാഷ അനുവദനീയമല്ല എന്നുകൂടി പറയുന്നു. മൂന്നാറ് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു മഹാസ്വപ്നമാണ്, 40 വർഷത്തെ സ്വപ്നമാണ്. പ്രിയപ്പെട്ട VS-ന് അത് ഒരു പരിവരെ സാധിച്ചപ്പോൾ മൂന്നാറിൽ പോയി അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിന് മുമ്പുള്ള സമ്മേളനത്തിൽ പലതിലും പങ്കെടുക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊന്നും രാഷ്ട്രീയമില്ല, പ്രകൃതിയാണ് വലുത്. കുടിവെള്ളത്തിന് വേണ്ടി ഉഴലുന്ന മലയാളി പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് വരാനുള്ള കാലം വൈകിയിരിക്കുന്നു. അതിന് നമുക്കൊന്നിച്ച് എല്ലാം മറന്ന് ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം ഞാൻ പറയുന്നു. നന്ദി. PRP സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒപ്പിടാൻ PS-ന്റെ പുറകെ വന്നാൽ നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ശ്രീ BRP മാസ്റ്റർ സാർ ഇപ്പോൾ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഓരോ കാലവും സമൂഹത്തിന് മുന്നിൽ ഓരോ ആവശ്യം ആ കാലഘട്ടത്തിൻ്റെ പ്രധാന ആവശ്യമായി മുന്നോട്ട് വയ്ക്കും. ഒരു കാലഘട്ടത്തിൽ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അതിനുശേഷം കേരളത്തിലെ സാഹചര്യത്തിൽ നോക്കാൻ നമുക്കറിയാം, സ്ഥിതിസമത്വത്തിന് വേണ്ടിയുള്ള ഒരു സമരം കാലം ആവശ്യപ്പെട്ടു. ഒരു വലിയ അളവ് വരെ അതിൽ കേരളം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നാം തിരിച്ചുപോക്കിൻ്റെ പാതയിലാണ്. ഇന്ന് ഈ കാലം ആവശ്യപ്പെടുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ കേരള സമൂഹത്തിൻ്റെ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് കാലം നമ്മോട് അത് ആവശ്യപ്പെടുന്നത്.
മൂന്നാർ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അവിടെ പ്രകൃതി സംരക്ഷണം അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ഒരു കർത്തവ്യമാണ് നമുക്ക്. അവിടെ കുടിയേറിയ ആളുകളിൽ സംരക്ഷിക്കപ്പെടേണ്ടവരുണ്ട്, പക്ഷേ അവിടെ നിന്നും ഉടനടി പുറത്താക്കപ്പെടേണ്ടവർ ധാരാളമുണ്ട്. അതിനുള്ള ശ്രമം നടത്തുവാൻ സർക്കാർ തയ്യാറാകണമെങ്കിൽ വളരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള ഒരു സമരമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പൊതുജന സമരം ഉണ്ടായിരുന്നിരുന്നാൽ ഒരു ഭരണകൂടത്തിനും മുഖം തിരിച്ചു നിൽക്കാനാകുകയില്ല എന്ന് നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിൽ കൂടി അറിയാം. ഈ സർക്കാർ വന്നതിന് ശേഷവും പല കാര്യങ്ങളിലും പൊതുജനങ്ങളിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി തിരുത്തൽ നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടിട്ട് വളരെ ശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഗാന്ധിയൻ ഗോപിനാഥൻ സാറിനെ ക്ഷണിക്കുകയാണ്. നടനും പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായ ജോയ് മാത്യു വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ സമരത്തിൻ്റെ ആ ദോഷം എന്താണെന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന യുവജന കലാ സാഹിത്യ സമിതിയുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും ഈ യോഗം ചെറിയ ഒരു കാര്യമല്ല നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ളത്. ആകെ കൂടി നമുക്ക് ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ അറിയണം. ഈ ഭൂമിയിൽ എല്ലാ ആളുകൾക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. കുറെ ആളുകൾ കൈയടക്കി വെച്ചുകൊണ്ടിരുന്നാൽ ബാക്കി ഭൂമിയില്ലാത്ത ആളുകൾ എവിടെ പോകും എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. ഭൂമി മാത്രമല്ല, ഭൂമി ഇപ്പോൾ എങ്ങനെയോ നാശപ്പെട്ടു പോകുന്നത് പോലെ തന്നെ ജലവും മലിനീകൃതമാകുന്നു, വിഷമയമാകുന്നു. അതുപോലെ വായുവും വിഷമയമാകുന്നു, മലിനീകൃതമാകുന്നു. നമ്മുടെ ജീവിതമാകെ കേരളത്തിലെന്നല്ല ഭാരതത്തിലാകെ നമ്മുടെ ജനജീവിതം അപകടത്തിലേക്ക്, മരണത്തിലേക്ക്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാശത്തെ നമ്മൾ കണ്ടറിഞ്ഞ് ഇന്നത്തെ തെറ്റായ നമ്മുടെ ഈ സാംസ്കാരിക സമ്പ്രദായങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യനെ മനസ്സിലാക്കി മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ഡൽഹിയിൽ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നതിന് നിയന്ത്രണം വന്നു. എന്തുകൊണ്ടെന്നാൽ അവിടെ ഓടുന്ന വാഹനങ്ങളിൽ നിന്നുള്ള വിഷവായു ആ ജീവിതത്തിലെ എല്ലാ ആളുകളെയും ബാധിച്ചിരിക്കുന്നു. രോഗം കൂടുന്നു. നമുക്ക് കേരളത്തിലും രോഗവും ആശുപത്രികളും മരുന്നുകളും ഡോക്ടർമാരും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം വിഷമയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഭൂമി കൃഷി ചെയ്യാനില്ലാതെ വരുന്നു. നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആഹാരം കിട്ടുന്നു എന്ന് വന്നാൽ 5 കൊല്ലത്തിനകം തമിഴ്നാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാത്തവണ്ണം പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമാണ്. തെലുങ്കാനയിൽ ഭക്ഷണമുണ്ടാക്കാൻ സാധിക്കാത്തവണ്ണം അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഇവിടെ ഭക്ഷണം ഇനി വെളിയിൽ നിന്ന് വരുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഭൂമിയിൽ ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനങ്ങൾക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ഇങ്ങനെയുള്ള വമ്പിച്ച പ്രശ്നങ്ങളാണ് ഈ മൂന്നാർ പ്രശ്നം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല. ഈ പോക്ക് ഇന്നത്തെ ഈ പുതിയ യന്ത്രവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യനും തള്ളിനീക്കിക്കൊണ്ട് പലതരത്തിലുള്ള വ്യവസായ പ്രമുഖന്മാരുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം അവരുടെ സംരക്ഷണത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി സാധാരണ ജനങ്ങളെ എല്ലാ തരത്തിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ കാണുന്നതാണ് യഥാർത്ഥ മൂന്നാർ സമരത്തിൻ്റെ ലക്ഷ്യം.
അങ്ങനെ യഥാർത്ഥമായ മൂന്നാർ സമരം എന്ന് പറയുന്നത് പാവപ്പെട്ട എല്ലാ ആളുകളുടെയും ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ വിനാശം വിതയ്ക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ ദോഷമാണ്. ആ ദോഷത്തെ കണ്ടെത്തി നമ്മുടെ ജനജീവിതത്തിനകത്ത് ആവശ്യമായ ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. ഇതൊന്നും അറിയാതെ മുദ്രാവാക്യങ്ങളിൽ കൂടി മാത്രം നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. എങ്കിലും ഇന്ന് ഇവിടെ കൂടി ഈ നാട്ടിലെ തിരുവനന്തപുരം പട്ടണത്തിലെ ആളുകളെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്നതിലുണ്ട് ഇവിടുത്തെ കലാസമിതിയും മറ്റ് സുഹൃത്തുക്കളും എടുത്തിരിക്കുന്ന ഈ ധീരമായ നിലപാടിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടും പിന്തുണ അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ടും ഇത് വിജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി പ്രമുഖ നിരൂപകനും ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീ രാജീവൻ സാറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടിലെ അനധികൃത കയ്യേറ്റങ്ങൾ നിർത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും ആദ്യമായി അർപ്പിക്കുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാറിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ നാടിൻ്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ സവിശേഷ പ്രശ്നത്തിൽ നമുക്കറിയാം, ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇത് ആദ്യമല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച PS-ൻ്റെ നേതൃത്വത്തിൽ തന്നെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് നടന്നിട്ടുണ്ട്. അതിനു മുമ്പും മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പല പഠനങ്ങളും അതിനെപ്പറ്റി നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഈ മൂന്നാറിൽ ഒഴിപ്പിക്കൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ മുന്നോട്ട് പോകും, അത് കഴിഞ്ഞാൽ ഇത് സ്തംഭിച്ചു. പിന്നെ പതിറ്റാണ്ടുകളോളം നിശബ്ദമായിരിക്കുകയും അവിടെ വീണ്ടും കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇന്നിപ്പം മൂന്നാറിന് താങ്ങാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ കയ്യേറ്റങ്ങൾ അവിടെ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആര് വിചാരിച്ചാലാണ് ഈ ഒഴിപ്പിക്കൽ പൂർണ്ണമാവുക? എനിക്ക് തോന്നുന്നു ഇതിൽ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഏതെങ്കിലും സാംസ്കാരിക കൂട്ടായ്മയോ മാത്രം ഒരുമ്പെട്ടാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ ചില മാഫിയകളുണ്ട്. അതായത് രാഷ്ട്രീയക്കാർ ഒന്നാമത്, അതിനു പിന്നിൽ ഉദ്യോഗസ്ഥ വൃത്തം, ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കോൺട്രാക്ടർമാർ, കരാറുകാർ, രാഷ്ട്രീയക്കാരും കരാറുകാരും ഉദ്യോഗസ്ഥ വൃന്ദവും ചേർന്ന് ഒരു വലിയ മാഫിയ എത്രയോ കാലമായി പല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എന്ന പോലെ തന്നെ കേരളത്തിൽ വളരെ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അതിരപ്പള്ളിയുടെ കാര്യത്തിൽ തന്നെ ഇത് നടപ്പാക്കണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത്, അത് നടപ്പാക്കിയേ കഴിയൂ, അല്ലെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ വൈദ്യുതിയില്ലാതെ മരിച്ചു പോകുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇതിപ്പോൾ NTPC പോലുള്ള വൈദ്യുത നിർമ്മാണ സ്ഥാപനങ്ങൾ കായംകുളത്തെ അവര് ഇത്രയും പണച്ചെലവൊന്നുമില്ലാതെ, ഒരു മരവും മുറിക്കാതെ, ഒരു ആദിവാസിയെയും ഒഴിപ്പിക്കാതെ ഇതിനേക്കാൾ ലാഭകരമായി സോളാർ എനർജി കൊടുക്കാമെന്ന് ഗവൺമെന്റിന് പ്രോജക്റ്റ് സമർപ്പിച്ചതാണ്. എന്നിട്ട് ആ പ്രോജക്റ്റ് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അതിരപ്പള്ളിയിലെ വൈദ്യുതി കൊണ്ട് മാത്രമേ കേരളത്തിൽ വിളക്ക് കത്തൂ എന്ന മട്ടിലുള്ളൊരു നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇതെടുക്കാൻ കാരണം എന്താണ്? അതിരപ്പള്ളിയിൽ മരം മുറിച്ചാൽ, അതിരപ്പള്ളിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇതിൽ നിന്നൊക്കെ വരാവുന്ന കോടികളുടെ സമ്പാദ്യമുണ്ട്. ഈ
മാഫിയയ്ക്ക്. അതുപോലെ തന്നെയാണ് ഇതെല്ലാം. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മൂന്നാർ കയ്യേറ്റത്തിൽ ഇതുപോലെ തന്നെയുള്ള മാഫിയകളാണ് വളരെ ശക്തിയായി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു രാഷ്ട്രീയക്കാര് സ്ത്രീകളെ ചീത്ത വിളിക്കുന്നു, പല കാര്യങ്ങളിലും വളരെ സംസ്കാരശൂന്യമായ നിലയിൽ ഇടപെടുന്നു എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ ഇതിന്റെ ഘടകങ്ങളാണ്. അവിടെ ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടായാൽ ഇവർക്കൊക്കെ വേദനിക്കും. കാരണം ഈ മാഫിയയുടെ ബിസിനസ് യാതൊരു മുതൽ മുടക്കുമില്ലാത്തൊരു ബിസിനസ്സാണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനും മൂലധനം വേണം. ഒരു മൂലധനവുമില്ലാതെ ഈ മൂന്ന് കൂട്ടരും കൂടെ ചേർന്ന് നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഈ പ്രവർത്തനത്തെ എങ്ങനെ തടയാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ സാംസ്കാരിക പ്രവർത്തകർക്കും നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള തുറന്നുകാട്ടലുകൾക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള പുതിയ മുന്നേറ്റങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പല ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതൊക്കെ പരാജയമായിപ്പെട്ടു പോയി എന്ന് കണക്കാക്കാതെ നമ്മൾ പുതിയൊരു മുന്നേറ്റം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളുകള്ളികൾ തുറന്നു കാണിക്കുന്ന നിർഭയമായ ഒരു മുന്നേറ്റം ആവശ്യമായിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ സാംസ്കാരിക കൂട്ടായ്മ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിയാതെ പോയ നിരവധി എഴുത്തുകാർ ഞങ്ങൾക്ക് സന്ദേശങ്ങളും ആശംസകളും ഒക്കെ നൽകി കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിൽ ശ്രീ സച്ചിദാനന്ദൻ്റെ സന്ദേശം ഇപ്പോൾ ഇവിടെ മധുര ബാലചന്ദ്രൻ സഖാവ് വഹിക്കുന്നു. സച്ചിദാനന്ദന്റെ സന്ദേശം. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനോട് സാംസ്കാരിക കേരളത്തിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ചേരുന്ന ഈ സമ്മേളനത്തിന് എൻ്റെ ആശംസകൾ. അനാവശ്യമായ വിട്ടുവീഴ്ചകളും വിവാദങ്ങളും കയ്യേറ്റക്കാരോടുള്ള ക്ഷമാപണങ്ങളും ഒഴിവാക്കി കക്ഷി താൽപ്പര്യങ്ങൾക്ക് അതീതമായി സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അവരുടെ കൃത്യനിർവഹണത്തിൽ നിരുപാധികമായ പിന്തുണ നൽകിക്കൊണ്ട് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യദാർഢ്യത്തോടെ കെ സച്ചിദാനന്ദൻ. എഴുത്തുകാരൻ സക്കറിയയുടെ സന്ദേശം ഷീല രാഹുലൻ മന്ത്രി. ശ്രീ സക്കറിയയുടെ സന്ദേശം. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികളെ ഒരു മലയാളി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. മലയാളികളുടെ ജന്മനാടായ കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് പരിസ്ഥിതി നശീകരണവും പരിസ്ഥിതി മലിനീകരണവും. പരിസ്ഥിതി മനുഷ്യന്റെ ആധാരശിലയാണ്. അതിനെയാണ് ഭരണകൂടങ്ങളിലെ തൽപര കക്ഷികളടക്കമുള്ള പ്രതിലോമ ശക്തികൾ നിർദ്ദയം നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ അതിന് നടുക്കുന്ന പല ഉദാഹരണങ്ങളിലൊന്നാണ്. അതേസമയം അവിടുത്തെ പ്രതിസന്ധി അതിവേഗവും ശക്തവുമായ നീതിന്യായ നേരിടൽ ആവശ്യപ്പെടുന്നു. കയ്യേറ്റ ഭൂമിയിലുള്ള ഒരു മതചിഹ്നമായ കുരിശിന്റെ സാന്നിധ്യം അവിടുത്തെ കയ്യേറ്റത്തിനെതിരെയുള്ള നടപടികളെ ഭരണകൂടത്തിൽ നിന്ന് തന്നെയുള്ള വിമർശനത്തിന് വിധേയമാക്കിയത് അത്ഭുതപ്പെടുത്തുന്നു. യാതൊരു മതചിഹ്നവും അന്യായത്തിന്റെയും അനീതിയുടെയും അസത്യത്തിന്റെയും ആയുധമായി കൂടാ. മനുഷ്യനേക്കാളും പ്രകൃതിയെക്കാളും വലുതല്ല മതം. ദുർഘടമായ ഉത്തരവാദിത്യം സത്യസന്ധമായി നിറവേറ്റുന്ന മൂന്നാർ സബ് കളക്ടറോടും റവന്യൂ മന്ത്രിയോടും ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. സക്കറിയ. അടുത്തതായി പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരുപാട് പ്രത്യാശകളുണ്ടായിരുന്നു. ഈ നാട് ആവാസ യോഗ്യമല്ലാതാക്കി തീർത്തുകൊണ്ട് കുറേ ദുരാഗ്രഹികൾ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്കൃതങ്ങൾക്ക് ഒരു അവസാനം കുറിക്കുവാൻ
ഈ ഗവൺമെൻറ്റിന് കഴിയും എന്ന പ്രത്യാശ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പുള്ള ഭരണകാലത്ത് നടന്ന പല അതിക്രമങ്ങൾക്കും വിരാമം കുറിച്ചുകൊണ്ട് കേരളത്തിൽ പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിന് സാധിക്കും എന്നാണ് ജനങ്ങൾ ആശിച്ചത്. അതിന് പര്യാപ്തമായ ചില നടപടികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ മൂന്നാർ കയ്യേറ്റം. അതിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് കയ്യേറിയ ഭൂമി വീണ്ടെടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ മുന്നണി ഗവൺമെൻറ്റും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും പിന്തുണയ്ക്കേണ്ട ഒരു കാര്യമാണ് അത് എന്നതിൽ യാതൊരു സംശയമില്ല. കുറേ മാസങ്ങളായി കഠിനമായ ചൂടിൽ ഈ സമൂഹം എരിപൊരി കൊള്ളുകയാണ്. സാഹചര്യത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. മഴ പെയ്തെങ്കിലെന്ന് ആശിക്കുന്നു എന്നല്ലാതെ എപ്പോൾ പെയ്യും, ഇതിന് പരിഹാരം ഉണ്ടാവും എന്നൊന്നും നമുക്ക് നിശ്ചയം പോരാ. ഈ സാഹചര്യം താൽക്കാലികം ആണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രകൃതിക്ക് നേരെ മനുഷ്യൻ നടത്തിയ അതിക്രമങ്ങളുടെ ഫലമാണ് ഈ കഠിനമായ വേനലും ജലക്ഷാമവും എന്ന് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ മൂന്നാർ പ്രശ്നം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഫലമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതിൻ്റെ 3/2 ഭാഗം വനങ്ങൾ വെട്ടി വെളുപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 1/3 ഇനി ശേഷിക്കുന്നുള്ളൂ. ആ അവശേഷിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ അത്യാഗ്രഹം കൊണ്ട് സ്വന്തം ഭാവി തലമുറകളെ പോലും വിസ്മരിക്കുന്ന സ്വാർത്ഥമതികൾ ഈ കൊടിയ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നദികൾ, നാം ധാരാളം കണ്ടു പോരുന്ന കായലുകൾ, അങ്ങനെ നമ്മുടെ പ്രദേശം ആകെ മനുഷ്യവാസ യോഗ്യമല്ലാതാക്കി തീർക്കുന്ന ഒരു വലിയ കൂട്ടായ്മ. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, നേരത്തെ ഡോക്ടർ രാജീവൻ സൂചിപ്പിച്ചതുപോലെ അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ കരാറുകാരുണ്ട്, നക്കാപ്പിച്ച വാങ്ങി ഇത് കണ്ടില്ല എന്ന് നടക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ എത്ര കണ്ട് ആപൽക്കരമായി തീരും എന്ന ഒരു വീക്ഷണം, എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ പൊതുപ്രവർത്തകർക്ക് എങ്കിലും ഉണ്ടാവുമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ തടയാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. മൂന്നാർ മാത്രമല്ല പ്രശ്നം. എവിടെയൊക്കെ ചെറിയ വനപ്രദേശങ്ങൾ, കുന്നുകൾ, ജലാശയങ്ങൾ ഇതൊക്കെ ഉണ്ട്, ഇതിനെല്ലാം നശിപ്പിച്ചുകൊണ്ട് കോടാനുകോടി രൂപ, നേരത്തെ രാജീവൻ പറഞ്ഞതുപോലെ മുതൽ മുടക്കാത്ത ഒരു ബിസിനസ്സാണ്. അതിലങ്ങോട്ട് ഇറങ്ങിയാൽ മതി, കോടാനുകോടികൾ സമ്പാദിക്കാം എന്ന ഒരു ഘടന അതിനുണ്ട്. അത് ദുർവിനിയോഗം ചെയ്യുന്നിടത്ത് അതിനെ നിലയ്ക്ക് നിർത്തേണ്ടതാണ് ഒരു ജനകീയ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, ഒരു ഭാഗത്ത് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും, സർക്കാർ ഭൂമി വീണ്ടെടുക്കും എന്ന് പ്രഖ്യാപിക്കുകയും അതേസമയം അതിനുവേണ്ടി ഗവൺമെന്റിന്റെ തന്നെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ മേധാവിത്വം നമ്മുടെ നാട്ടിൽ വളരെ പ്രകടമായിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത്
നിരാശാജനകമാണ്. ഇത് ഒരു ഭരണം കൊണ്ടു നടക്കുന്ന സ്ഥാനങ്ങൾക്ക് തീരെ യോജിക്കാത്ത കാര്യമാണ്. ചില മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും പറയാനും ചില ആളുകളെ ഈ പഴയ തമ്പുരാക്കന്മാർ ഉപയോഗിക്കാറുണ്ട്. ഇഷ്ടപ്പെടാത്തവരെ ചീത്ത വിളിക്കാൻ ഒരു ആള് അങ്ങനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചീത്ത വിളിയെ പ്രോത്സാഹിപ്പിക്കുക, സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് സംരക്ഷണം കൊടുക്കുക, വളരെ ഉന്നതമായ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അതിന് സംരക്ഷണം കൊടുക്കുക, ഇത് ഒരു ഭാഗത്ത് നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ കയ്യേറ്റം ഒഴിപ്പിക്കും, അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ കയ്യേറ്റം കുടിയേറ്റം എന്ന് പറയുന്നതിൻ്റെ അതിരെവിടെയാണ്? എത്ര ഭൂമി വരെ കയ്യേറിയാൽ അത് കയ്യേറ്റമാവില്ല, കുടിയേറ്റമാവും? ഇതിനൊക്കെ നിർവചനമുണ്ടോ, നിയമമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ സ്വന്തമായി വേറെ ഭൂമിയുള്ളവർ കുറച്ച് സ്ഥലം വളച്ചെടുത്താൽ അത് കുടിയേറ്റമാകുമോ? ഇതിനൊക്കെ കൃത്യമായ നിർവചനം വേണം, അതനുസരിച്ചുള്ള നടപടികൾ വേണം. ആകെക്കൂടി ഒരു അഴകുഴമ്പൻ മട്ടിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഈ ഒരു പിടി ദുരാഗ്രഹികളെ സഹായിക്കുക എന്ന ഒരു സമീപനമാണ് നമ്മൾ സർക്കാർ ഭാഗത്ത് ഒന്ന് ഭാഗ്യമായി കാണുന്നത്. ഇതിന് വിരാമം കുറിക്കുവാൻ അനിവേക്ഷണീയമായ ഒന്ന്, ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഇവിടുത്തെ ജനങ്ങൾ ഇത് അനുകൂലിക്കുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഒരു ആജ്ഞ കൊടുത്താൽ അനുസരിക്കുന്നത് പോലെ ഇത്തരം കൊള്ളരുതായ്മകളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുസരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ ജനങ്ങൾ ഈ അനുസരിക്കുന്നവരുടെ 100 മടങ്ങ് അധികമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജനവികാരം എന്ന് പറയുന്നത് പിന്നീട് എന്തെങ്കിലും നല്ല വാക്കുകൾ കൊണ്ടോ കൊച്ചു നടപടികൾ കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ജനങ്ങളിൽ ഉളവാക്കിയ പ്രത്യാശ, അത് നിറവേറ്റാതെ അവരെ നിരാശപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ദൂരവ്യാപകമായ ഫലം ഏറ്റവും പിന്തിരിപ്പന്മാരായിട്ടുള്ള കുറേ ആളുകളുടെ ഈ നാട്ടിലെ സ്വാധീനം വർദ്ധിക്കുമെന്നുള്ളതാണ്. അത് തിരിച്ചറിയുമ്പോഴാണ് ഈ കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കുവാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയിടുന്ന ഈ സമീപനം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാറിനെ സംരക്ഷിക്കും, ഈ നാട്ടിലെ മുഴുവൻ ശേഷിക്കുന്ന വനപ്രദേശങ്ങളും സംരക്ഷിക്കും, നമ്മുടെ തണ്ണീർത്തടങ്ങൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കും, നമ്മുടെ കായലുകൾ കയ്യേറുന്ന നടപടികളിൽ നിന്ന് അത് സാധ്യമല്ലാത്ത പരിസ്ഥിതി സൃഷ്ടിക്കണം, വറ്റിവരളുന്ന നദികൾ അത് നമുക്ക് വീണ്ടെടുക്കണം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, കേരളം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം. ഈ കേരളം താമസിക്കുവാൻ കൊള്ളാവുന്ന ഏറ്റവും ആവാസയോഗ്യമായ പ്രദേശം, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുവാൻ കഴിയാത്ത തരത്തിൽ ആപൽക്കരമായ ഒരു സന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഇത് ജനം ഇടപെടുന്നു എന്നതിൻ്റെ സൂചനയാണ് യുവകലാ സാഹിതിയുടെ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ടായ്മ. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ കൂടുതൽ ജനങ്ങൾ അണിനിരന്നുകൊണ്ട് അരുത് എന്ന് ഗവൺമെന്റിനോട് പറയുന്ന, ഈ ഒഴിപ്പിക്കൽ നടപടിയെ പിന്തുണയ്ക്കൂ എന്ന് പറയുന്ന ഒരു മഹാശക്തിയായി ബഹുജന അഭിപ്രായം വളർന്നു വരും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ ഈ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. നമ്മളേറെ കാത്തിരുന്ന വളരെ വ്യക്തമായ നിലപാടുള്ള ഒരു കലാകാരൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ജോയ് തോമസിനെ ഞാൻ സംസാരിക്കാൻ. ജോയ് തോമസിനെ ഹലോ, മൈക്കിൻ്റെ അടുത്ത് വിട്ടു നിൽക്കണമെന്നാണ് ആദ്യം തന്നെ പറയുന്നത്. നമ്മൾ പല മന്ത്രിമാരും ചെയ്യാത്തതാണല്ലോ.
ഒരു സിനിമക്കാരൻ എന്നുള്ള രീതിയിലൊന്നല്ല ഞാൻ അവിടെ വന്നിട്ടുള്ളത്. സിനിമക്കാർ ഇങ്ങനത്തിലൊന്നും ഇടപെടുന്നത് ശരിയല്ല, രാഷ്ട്രീയം പാടില്ല എന്നൊക്കെയാണ് വലിയ ബുദ്ധിജീവിയായ ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ളവർ പറയുന്നത്. പക്ഷെ ഒരു നികുതിദായകൻ എന്നുള്ള പേരിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിദായകരുടെ ചെലവിൽ നടക്കുന്ന ഒരു സർക്കാരിൻ്റെ ചെയ്തികളെ വിമർശിക്കാനും എതിർക്കാനും ഓരോ നികുതിദായകനും അവകാശമുണ്ട്. നമ്മൾ രാവിലെ ഉറങ്ങിയെണീക്കുമ്പോൾ തന്നെ ഉണർന്നെഴുന്നേൽക്കുമ്പം പൈപ്പ് തുറന്നാൽ മുതൽ നമ്മൾ കരം കൊടുക്കുകയാണ്, നികുതി കൊടുക്കുകയാണ്. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നികുതി വാങ്ങുകയും അത് ദൂർത്തടിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ വിമർശിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട് എന്നുള്ളൊരു വീട്ടിൽ മാത്രമാണ് ഞാൻ വന്നത്. അത് സിനിമക്കാരനാവണമെന്നില്ല, എന്തു തന്നെയായാലും എന്ത് തൊഴിലെടുക്കുന്നവനായാലും കരം കൊടുക്കുന്ന ആർക്കും അതിന് അവകാശമുണ്ട്. മൂന്നാറിനെ സംബന്ധിച്ചാണെങ്കിൽ മൂന്നാർ മാത്രമല്ല കയ്യേറപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കയ്യേറ്റങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ദുർബല പ്രദേശമായ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടത് കേരളത്തിന്റെ വരുന്ന തലമുറയ്ക്ക് കൂടെ വേണ്ടിയിട്ടാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ തലചായ്ക്കാൻ ഇടമില്ലാതെ ഒരു കൂര പോലും വെച്ച് കെട്ടാനില്ലാത്ത ഈ കേരളത്തിൽ ഹെക്ടർ കണക്കിന് ഭൂമി സ്വന്തം കൈവശം വെച്ചിരിക്കുന്ന ഒരുപാട് പേർ, വൻകിടക്കാർ, വടക്കേ ഇന്ത്യക്കാർ, വിദേശികൾ, ഇവരുടെ നേരെ ഒരു വിരലനക്കാൻ പോലും സാധിക്കാത്ത വേറെ പ്രതീക്ഷകൾ തന്ന ഈ സർക്കാരിനെ വിമർശിക്കാൻ ഓരോ നികുതിദായകനും അവകാശമുണ്ട്. ആദിവാസികളുടെ അതുപോലെ ദളിതർ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ചെങ്ങറയിലും മുത്തങ്ങയിലും ഒരു കൊടി സ്ഥാപിച്ചപ്പോൾ, ഒരു കൂര കെട്ടിയപ്പോൾ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് വെടിവെക്കാൻ മടി കാണിക്കാത്ത ഒരു ഗവൺമെന്റ് വെറും ഒരു കുരിശ് കണ്ടപ്പോൾ ഹാലിളകി. കുരിശ് നാട്ടുന്നത്, കുരിശ് പൊളിച്ചു മാറ്റുന്നത് അശ്ലീലമാണെന്നാണ് പറയുന്നത്. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയെ തെരുവിൽ പോലീസ് വലിച്ചയക്കുമ്പോൾ തോന്നാത്ത അശ്ലീലം ഒരു മതചിഹ്നം പിഴുതു മാറ്റുമ്പോൾ എങ്ങനെ ഉണ്ടാവും? കുരിശിന്റെ മറവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതചിഹ്നത്തിന്റെ മറവിൽ ഭൂമി കൈകയറുന്നത് വളരെ എളുപ്പമാണ്. നാലാൾ ചേർന്നൊരു സഭയുണ്ടാക്കുന്നു, ഒരു കുരിശ് സ്ഥാപിക്കുന്നു, ഒരു കുരിശടി സ്ഥാപിക്കുന്നു, ഒരു ഭണ്ഡാര സ്ഥാപിക്കുന്നു, പിന്നെ അതിനടുത്തൊരു പള്ളി പണിയുന്നു, പ്രാർത്ഥനാലയം പണിയുന്നു, മതിൽ കിട്ടുന്നു, പിന്നെ സ്കൂളായി, കോളേജായി, കന്യാസ്ത്രീ മഠമായി, സെമിനാരിയായി, ആശുപത്രിയായി. അങ്ങനെ ഭരണകൂടത്തിന്റെ മറ്റൊരു രൂപം, സമാന്തര ഭരണകൂടം തന്നെയായിട്ടാണ് പല മത സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഈ ഒരു കുരിശ് മാറ്റുന്നതിലൂടെ, കുരിശ് അഴിച്ചു മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ബാങ്ക് ജപ്തിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ അവൻ ഒഴിപ്പിക്കുമ്പോൾ അവന്റെ ചട്ടിയും കലവും അവന്റെ കുഞ്ഞുകുട്ടി പരാധീനതകളെടുത്ത് തെരുവിലെറിയുമ്പോൾ തോന്നാത്ത അശ്ലീലം ഒരു കുരിശ് പിഴുതു മാറ്റുമ്പോൾ തോന്നുന്ന മുഖ്യമന്ത്രി പേടിക്കുന്നത് വേറെ ആരോഗ്യമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷിഭേദമന്യേ എല്ലാവരും അരമനയിൽ പോയി മറ്റാന്റെ അടുത്ത് പോയി കുമ്പിട്ട് നിൽക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുരിശ് കയ്യേറിയ ഒരു കുരിശ് സ്ഥാപിച്ച കുരിശ് അവിടെ പിഴുതു മാറ്റിയപ്പോൾ മണ്ണുമാകുന്ന യന്ത്രം പോലും നിരോധിക്കേണ്ട ഒരു ഭീരുത്വം കാണിച്ച ഒരു ഗവൺമെന്റിൽ നിന്നും എങ്ങനെയാണ് നികുതിദായകർക്ക് നീതി ലഭിക്കുക? എത്രയോ മനുഷ്യർ, ഒരു സെന്റ് ഭൂമി പോലില്ലാത്ത മനുഷ്യരുണ്ട്, ഒരു കൂരയില്ലാത്ത മനുഷ്യരുണ്ട്, തെരുവിൽ കിടന്നിറങ്ങുന്ന മനുഷ്യരുണ്ട്. ഇവർക്ക് ഭൂമി കൊടുക്കാനാവാത്ത, അല്ലെങ്കിൽ ഇവരുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മിടുക്ക് കാണിക്കുന്ന, തിണ്ണമിടുക്ക് കാണിക്കുന്ന പോലീസിന് കൈവശം വെച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് മൂന്നാറിൽ കുരിശ് മാറ്റിയത് ഭയങ്കര അശ്ലീലമാകുന്നു. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഗ്രാമ്യ ഭാഷയാവുമെന്ന് പറയുന്നു, പിന്നെ ഗ്രാമ്യമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും അവസാനം ഒരു പരസ്യശാസ്ത്രം എന്നവർ മന്ത്രി മണി ഒരിക്കലും പറഞ്ഞു, എൻ്റെ ഒരു പരാമർശത്തെ മുൻനിർത്തി പറഞ്ഞു, അയാൾ പള്ളിയിൽ അച്ഛനൊക്കെ വേഷം കിട്ടുന്ന ആളല്ലേ,
ഞാൻ ഒരുപാട് സിനിമയിൽ വേഷം കിട്ടിയില്ലെങ്കിലും പള്ളിയിലെ അച്ഛനെ മാത്രം ഓർമ്മിക്കാൻ കാരണം ഇവർ പള്ളിയെ വായിക്കുന്നതുകൊണ്ടാണ്. അതറിയാതെ പറഞ്ഞു പോയതാണ് മണി. ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞ് മാധ്യമങ്ങൾ കള്ളുകുടിയന്മാരാണെന്ന് പറഞ്ഞ് ഈ കള്ളു കുടിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കള്ളുകുടിക്കുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്. മന്ത്രിമാരുടെ അലവൻസും ബാറ്റൊക്കെ കിട്ടുന്നത് 8,000 കോടിയാണ് മദ്യപാന്മാർ ഇവർക്ക് കൊടുക്കുന്നത്. അത് വളരെ മോശമായ കാര്യമായി ഒരിക്കൽ ഒരു സ്ഥലത്ത് പറയുകയും പിറ്റത്തെ ബജറ്റിൽ 8,000 കോടിയാണ് വരുമാനം ബീവറേജിൽ നിന്ന് പറയാൻ മടി കാണിക്കുകയും ചെയ്യാത്ത ധനമന്ത്രി. സ്വന്തം കുടുംബാംഗങ്ങളുടെ ശവശരീരം മറവ് ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ഗോത്രങ്ങൾ, എത്രയോ ആദിവാസി സമൂഹങ്ങൾ അവർക്ക് സ്വന്തമായി സെമിത്തേരി പോലുമില്ല. അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന വാർത്തയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടാവും. മരിച്ച ബന്ധുവിനെ, ഭാര്യയെ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ സ്വന്തം ചെറിയ വീടിന്റെ അടുക്കളയിൽ മണ്ണ് മാന്തി അവിടെ അടക്കം ചെയ്ത ഒരു ആദിവാസി കുടുംബത്തെ പറ്റി പത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ശവശരീരം പോലും മറവ് ചെയ്യാൻ സാധിക്കാത്ത അത്ര ഭൂമിയില്ലാത്ത മനുഷ്യർ വസിക്കുന്ന ഈ കേരളത്തിൽ ഹെക്ടർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കറുകൾ കൈവശം വെച്ചെടുക്കുന്നവരുടെ നേരെ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ പവർ ഉപയോഗിച്ച് അതിന് മുതിരുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ പിന്തുണയ്ക്കുകയാണ് കേരള സമൂഹം ചെയ്യേണ്ടത്. നമുക്ക് ഭാഗ്യം പോലെ വീണ് കിട്ടുന്നതാണ് ചില ഉദ്യോഗസ്ഥന്മാർ. അവർ ഉദ്യോഗസ്ഥ ഭരണമല്ല നടപ്പിലാക്കുന്നത്, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അവർ നടപ്പിലാക്കുന്നത്. അവരെ സ്ഥലം മാറ്റുക, അവരെ തരം താഴ്ത്തുക, ഇതൊക്കെ തിരിച്ചടിയായി സെൻകുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥൻ വീണ്ടും വന്നിരിക്കുന്നു. ജനങ്ങൾ അവരുടെ മനസ്സിൽ സ്ഥാനം കൊടുത്തവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഋഷിരാജ് സിംഗിനെ പോലെയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ, അനുപമയെ പോലെയുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. ഇവരെന്തുകൊണ്ട് സ്ഥലം മാറ്റുന്നു, ഇവരെന്തുകൊണ്ട് നിഷ്ക്രിയരാക്കുന്നു എന്ന് മുദ്രിതായ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഗവൺമെന്റ് പറയുക? രാജാവിനെ പോലെയുള്ള വിദ്യാഭ്യാസമുള്ള മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ഊളംപാറയ്ക്ക് അയക്കണം എന്ന് പറയുന്ന രീതിയിൽ തരം താണു പോയ സംസ്കാര ശൂന്യരായ ഭരണകർത്താക്കൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഈ വകുപ്പ്, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ടത് കേരളത്തിലെ ചിന്തിക്കുന്ന, നികുതി കൊടുക്കുന്ന മനുഷ്യരാണ്. കാരണം വിട്ടുവീഴ്ചയില്ലാതെ സന്ധി ചെയ്യുന്ന ശ്രീ ചന്ദ്രശേഖരൻ, അതുപോലെ തന്റെ ദൗത്യം നടപ്പിൽ വരുത്തുന്ന രാജാറാമന്, അതുപോലെയുള്ള മിടുക്കന്മാരെ ഉദ്യോഗസ്ഥന്മാർക്ക് യുവതലമുറ നോക്കി നിൽക്കുന്ന ഇത്ര ഉദ്യോഗസ്ഥന്മാരെയാണ്. ഞങ്ങളുടെയൊക്കെ തലമുറ കഴിഞ്ഞു, എങ്കിലും പുതിയ തലമുറയിലെ കുട്ടികൾ നോക്കുന്നത് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെയാണ്, അഴിമതി ഉരുളാത്ത ഉദ്യോഗസ്ഥന്മാരെയാണ്. ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്? ഒരു കുരിശ് പിടിച്ചു മാറ്റിയാൽ അതിന്റെ പേരിൽ അശ്ലീലമാണെന്ന് പറയുക, അത് ലോകം എങ്ങനെ വ്യാഖ്യാനിക്കും, അതിന്റെ പേരിൽ വിമോചന സമരം കുട്ടിപ്പെടുമെന്ന് പറയാം. എല്ലാ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറയുന്ന ഹിന്ദുത്വം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 80 അമ്പലങ്ങളാണ് ഡിമോളിഷ് ചെയ്തത്, ബുൾഡോസർ വെച്ച് തകർത്തു കളഞ്ഞത്. 80 അമ്പലങ്ങൾ. അദ്ദേഹം ഹിന്ദുത്വവാദിയാണ്. അതാണ് ഭരണത്തിലെ ധീരത. അല്ലാതെ ഊരിപ്പിടിച്ച കത്തിയുടെ മുമ്പിലൂടെ നടന്നുപോയി എന്ന് പറയുന്നതൊന്നും ധീരതയല്ല. നല്ല കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ധീരത. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അതിന് ധീരത എന്ന് പറയുക. മറ്റേത് പറയുക പൊങ്ങച്ചമെന്നാണ്. ഒരാളും പറയില്ലല്ലോ ഞാൻ ബൈനറ്റിന് മുമ്പിലൂടെ നടന്നുപോയി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഉത്തരവുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ട പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നികുതിദായകൻ എന്ന പേരിൽ ഈ മൂന്നാറിലെ കയ്യേറ്റമല്ല, കേരളത്തിലെ എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതിന് എന്റെ ധാർമ്മികമായ പിന്തുണ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ച യുവരാജ് സാഹിതിക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം.
സ്നേഹിതരെ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച യുവകലാ സാഹിത്യം നല്ലവരായ മനുഷ്യർക്കും ദേശീയ മഹിളാ ഫെഡറേഷന്റെ പ്രസംഗിക്കുന്നതിന് വേണ്ടി വന്നതല്ല. ഇവിടെ കുറച്ചു നേരം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇതിന് ഐക്യദാർഢ്യം വന്നതാണ്. പ്രസംഗിക്കാൻ വിളിച്ചത് കൊണ്ട് 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജോയ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു പക്ഷേ ഈ സംസ്ഥാനത്തെ മനുഷ്യർക്ക് മുഴുവനും മണ്ണുണ്ടായിരുന്നുവെങ്കിൽ ജിഷ എന്ന ദുരന്തമുണ്ടാകുമായിരുന്നില്ല. വീട് വെക്കാൻ ഒരു ചെറിയ സ്ഥലവും ആ വീടിനൊരു അടച്ചുറപ്പും ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുമായിരുന്നില്ല. അങ്ങനെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചു, മൃതശരീരം ഒന്ന് അടക്കം ചെയ്യുന്നതിന് 6 അടി മണ്ണില്ലാത്ത ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത്, ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ സർക്കാരിന്റെ ഭൂമി കയ്യേറിയ ആ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കുമെന്ന് ഒരു മുന്നണി എന്ന രൂപത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ആ മുന്നണിയുടെ സർക്കാരിനെയും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതിന് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ആ ധീരമായ നടപടിയുമായി കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ദേശീയ മഹിളാ ഫെഡറേഷനും അഭ്യർത്ഥിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു പുരുഷനെ കുറിച്ച് പരാമർശിച്ചു. ഈ സംസ്ഥാനം ഒരുപക്ഷെ കത്തിയമരുന്നതിന് കാരണമാകുമായിരുന്ന ആ നടപടി, എന്നാൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, പുരുഷനെ വന്ദിക്കുന്ന ബഹുമാനിക്കുന്ന ജനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തെ ജനങ്ങൾ പ്രദർശിപ്പിച്ച അങ്ങേയറ്റത്തെ മതനിരപേക്ഷ മൂല്യം, അവർ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ മൂല്യം, കറവപ്പശുവിനെ കാശ് കൊടുത്ത് വാങ്ങി കൊണ്ടുപോകുമ്പോൾ അതിനെ ആ കൊണ്ടുപോകുന്ന ആളെ കുത്തിക്കൊന്നുകൊണ്ട്, വെട്ടിക്കൊന്നുകൊണ്ട്, അടിച്ചു കൊന്നുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയമായി പിന്തിരിപ്പിക്കുന്നതിന്, ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം വിധത്തും ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ സംസ്ഥാന സർക്കാരിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് നിന്നു എന്നുള്ളതാണ്. കയ്യേറ്റക്കാരൻ കുരിശുപയോഗിച്ചുകൊണ്ട് കയ്യേറ്റം നടത്തിയാലും അതിനെതിരെ നിലകൊള്ളുമെന്ന പ്രഖ്യാപിതമായ നിലപാട് പിൻപറ്റിയ ഈ ഗവൺമെന്റിനോടൊപ്പം നിന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് പുരുഷനെ ആരാധിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ദേശീയ മഹിളാ ഫെഡറേഷൻ ഈ ജനങ്ങളും ആ ജനങ്ങളും കാണിച്ച അങ്ങേയറ്റത്തെ ആ സെക്കുലർ ബോധം, ആ മതനിരപേക്ഷ ബോധം, മനുഷ്യ സ്നേഹം, ഗവൺമെന്റിനോടൊപ്പമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കാതെ അവർ സ്വീകരിച്ച സമീപനം, അതിനൊരു വലിയ സല്യൂട്ട് നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒരിക്കൽ കൂടി തീർച്ചയായും ഈ ഗവൺമെന്റ് തങ്ങൾ ഉദ്ദേശിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അടുത്ത 5 കൊല്ലത്തിനകത്ത് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് കയ്യേറിയ മുഴുവൻ ഭൂമിയും കയ്യേറ്റക്കാരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭൂമിയില്ലാത്ത കുടുംബത്തിൽ ഒരു അംഗം മരിച്ചാൽ അടുക്കളയിൽ അടക്കേണ്ട ഗതികേടിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആ ദുരന്തത്തിൽ നിന്നും അവർക്കൊരാശ്വാസമായി മാറും ഈ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ മുന്നണിയുടെ സർക്കാരും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇൻക്ലാബ് സിന്ദാബാദ്.
രാജ്യമത സമരത്തിന് നേതൃത്വം നൽകിയ ശ്രീ അഖിലേഷ്. ബഹുമാന്യ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് സാങ്കത്യമുണ്ടെന്ന് കരുതുന്നില്ല. ഇത്തരമൊരു കൂട്ടായ്മ കേരളത്തിലെ കയ്യേറ്റ മാഫിയയ്ക്ക് ഒരു വലിയ ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ പുതിയ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥ വൃത്തം, രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നയം നടപ്പിലാക്കുമ്പോൾ ആ നയത്തിനെതിരെ ഉദ്യോഗസ്ഥന്മാർക്ക് നേതൃത്വം നൽകിയിട്ട മുഖ്യമന്ത്രി അടക്കം നിയമസഭയ്ക്കകത്ത് തള്ളിപ്പറയുന്ന ഒരു പുതിയ സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു. അതൊരു പുതിയ സാഹചര്യം, അതൊരു നല്ല കാര്യമായി കണക്കാക്കുന്നതല്ല. ആരുടെ ഭാഗത്താണ്? കയ്യേറ്റക്കാരുടെ ഭാഗത്താണോ ഈ ഗവൺമെന്റ്? അതോ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന, കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും നിയമങ്ങൾക്കും, അതാപ്രകാരം നിയമങ്ങൾക്കുമാണോ പിൻബലം നൽകേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ഭാഗ്യവശാൽ റവന്യൂ വകുപ്പ് മന്ത്രിയും മിനിയാന്ന് കൂടിയ CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകി. കേരളത്തിലെ